ഹായ് ഗൈസ്, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു കുത്തിപ്പൊക്കൽ വീഡിയോ ആണ്. 2018, 19 അവസാനം വരെ നിലനിന്നിരുന്ന ഒരു പ്രത്യേക കലാരൂപമുണ്ട്. കലാരൂപത്തിന്റെ കുറച്ച് ശകലങ്ങളാണ് നമ്മൾ ഇന്ന് കുത്തിപ്പൊക്കാൻ പോകുന്നത്. ഇതിൽ പല വീഡിയോസിലും നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങളുടെ പല സെലിബ്രിറ്റീസിനെയും കാണാൻ പറ്റും. മലയാള ബിഗ് ബോസ് സീസൺ 7 കണ്ടസ്റ്റന്റ്സ് കുറച്ച് പേരുണ്ട് ഇതില്. പിന്നെ അന്ന് ഭയങ്കര സംഭവമായിട്ട് ഇന്ന് എവിടെയാണെന്ന് പോലും അറിയാത്ത കുറച്ച് ആളുകളുണ്ട്. ഇവരുടെ എല്ലാവരുടെയും ഒരു കുത്തിപ്പൊക്കൽ വീഡിയോ ആണിത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് കണ്ടിട്ട് വരാം. ഗൈസ്, ഒരു ഡിസ്ക്ലെയിമർ ഉണ്ട്. ഇതിൽ പല വീഡിയോസും കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ തൊലി വരെ ഉരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വേറെ ആരുമില്ല ഗൈസ്, മലയാളം ബിഗ് ബോസ് സീസൺ 7 കണ്ടസ്റ്റന്റ് മസ്താനി തന്നെയാണ് ആദ്യം. എന്റെ വലത് കൈ ഇഞ്ചക്ഷൻ എടുക്കരുത്. അപ്പൊ ഇടത് കൈയിൽ എടുക്കാം. അയ്യോ, അവിടെ ഒട്ടും വേണ്ട. പിന്നെ മസ്താനിയുടെ മറ്റൊരു വീഡിയോ കൂടെ കാണാം. മേലെ ആകാശം, താഴെ മസ്താനി. പക്ഷെ ആളുകൾ പറയുന്നത് നേരെ തിരിച്ച, മേലെ മസ്താനി താഴെ ആകാശം. മറ്റൊരു കുത്തിപ്പൊക്കൽ വീഡിയോ കൂടി കണ്ടുവരാൻ ഗൈസ്. വാച്ച്. ചേട്ടായി റെഡിയായോ? സുന്ദരനായല്ലോ. ഷോപ്പിംഗ് എപ്പോഴാ കഴിഞ്ഞേ? എനിക്കെന്താ കൊണ്ടുവരുന്നേ? ആണോ? എനിക്കൊന്നും വേണ്ട, വേഗം വന്നാ മതി കേട്ടോ. നിങ്ങളെ തൊലി ഉരിഞ്ഞിറങ്ങുന്നത് പോലെ നിങ്ങൾക്ക് തോന്നാനുള്ള സാധ്യതയുണ്ട് ഗൈസ്. ശ്രദ്ധിക്കൂ. ആദ്യം കാണാൻ വരുന്നതോ? അതൊന്നും വേണ്ട. അച്ഛൻ ഈ സെയിം അപരാധം ഒരെണ്ണം കൂടി ഉണ്ട്, കണ്ടിട്ട് വരാം ഗൈസ്. ചേട്ടായി റെഡിയായോ? സുന്ദരനായല്ലോ. ഷോപ്പിംഗ് എപ്പോഴാ കഴിഞ്ഞേ? എനിക്കെന്താ കൊണ്ടുവരുന്നേ? ആണോ? എനിക്കൊന്നും വേണ്ട, വേഗം വന്നാ മതി കേട്ടോ. ഇതാണ് ഗൈസ് വല്ലാത്ത ജാതി അപരാധ വീഡിയോ ആയിട്ട് തോന്നിയത്. ബാക്കിയെല്ലാം ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ക്യാ അപരാധ. മറ്റൊരു കുത്തിപ്പൊക്കൽ വീഡിയോ കൂടി കണ്ടിട്ട് വരാം. ഇതൊക്കെ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ മലയാളം ബിഗ് ബോസ് സീസൺ 7 സ്വന്തം അനീഷ്. അനീഷ് പണ്ടേ പൊളിയാണ് ഗൈസ്. അനീഷ് പൊളിയാണോ എന്ന് അനീഷിന് ഇഷ്ടമുള്ളവരൊന്ന് കമന്റ് ചെയ്യണം. ഇത് നമുക്കൊരു സെലിബ്രിറ്റിയുടെ കുത്തിപ്പൊക്കൽ വീഡിയോ കാണാം ഗൈസ്. യെസ്, തനി മലയാളി യൂട്യൂബറാണ്, കണ്ടന്റ് ക്രിയേറ്റർ. അരെ വാ വാ വാ. എന്താണല്ലേ പുള്ളിക്കാരി, അമ്മ വേറെ ലെവലാണ് ഗൈസ്. ഇനി നമുക്ക് മറ്റൊരു സെലിബ്രിറ്റിനെ കണ്ടിട്ട് വന്നാലോ? എന്തൊരു ചന്ദാടി കുഞ്ഞിച്ചേരുദേവി പെണ്ണേ, ഇപ്പൊ കാണാൻ എന്തൊരു മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ ഗൈസ്? വേറെ ആരുമല്ല, നിങ്ങളുടെ സ്വന്തം ചൈതന്യ. അമ്മയുണ്ട് ഗൈസ്. ചൈതന്യയുടെ തന്നെ മറ്റൊരു വീഡിയോ. അരെ വാ വാ വാ. എന്നാ ഒരു ആക്ടിങ്. വിക്രം പോലും ഞെട്ടി തരിച്ചു പോയി ഗൈസ്. പുള്ളിക്കാരി അന്ന് വലിയൊരു നടിയാണ് ഗൈസ്. ഇന്നിവരൊക്കെ വലിയ വലിയ സെലിബ്രിറ്റീസ് ആണ്. അടുത്ത നമുക്ക് നമ്മുടെ സ്വന്തം പേളിച്ചേച്ചിയുടെ ഒരു പഴയകാല വീഡിയോ കണ്ടാലോ? പേളിച്ചേച്ചി അന്നും സെലിബ്രിറ്റിയാണ്. പിന്നെ ഞാൻ ചിക്കൻ വെക്കാൻ പോകുന്നു എന്ന് പറയുന്ന സജഷൻ ആണോ? ചിക്കൻ വെക്കാം എന്നാ പറഞ്ഞത്. ചിക്കൻ വെക്കാൻ പോകുന്നു സജഷൻ ആണോ? അതൊരു ഓർഡർ ആണോ? പിന്നെന്തും ഞാൻ പറഞ്ഞ ചിക്കൻ വെക്കാം. അല്ല ഇന്ന് ചിക്കൻ വെച്ചോട്ടെ എന്ന് വെച്ചാൽ എന്ത് തോന്നുന്നു? വച്ചോട്ടെ എന്ന് ഞാൻ ചോദിക്കുന്ന ആവശ്യം. നിങ്ങൾ ഞാൻ പറഞ്ഞ ചിക്കൻ വെക്കാന്ന് പറഞ്ഞു. പുള്ളിക്കാരി പിന്നെ എപ്പോഴും പൊളിയല്ലേ. പുള്ളിക്കാരി അന്നും ഇന്നും എന്നും പൊളിയാ. അന്നും സെലിബ്രേറ്റ്, ഇന്നും സെലിബ്രേറ്റ്. ഇന്ത്യയിലെ തന്നെ ടോപ്പ് 5 നിൽക്കുന്ന ഒരു യൂട്യൂബർ കൂടിയാണ് ഗൈസ് പേളിച്ചേച്ചി. അപ്പൊ നമുക്ക് വേഗം തന്നെ അടുത്ത കുത്തിപ്പൊക്കലിലേക്ക് പോകാം. ഇവര് നിങ്ങൾക്ക് വളരെ പരിചിതമായിട്ടുള്ള രണ്ടുപേരായിരിക്കും.
ഇതാണ് ഗൈസ് നമ്മുടെ കുത്തിപ്പൊക്കൽ വീഡിയോസ്. ഗൈസ് ഇതെല്ലാവരും ഒരു ഫൺ മോഡിൽ എടുക്കണം. ഇതൊരു ജസ്റ്റ് ഒരു ഫണ്ണി റിയാക്ഷൻ ആണ്. ആരെയും പേഴ്സണലി ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ചെയ്തിട്ടുള്ള വീഡിയോ അല്ല. നമ്മൾ ഈ വീഡിയോയിൽ കണ്ട ഭൂരിഭാഗം ആളുകളും ഇന്ന് വലിയ വലിയ സെലിബ്രിറ്റീസ് ഒക്കെ ആയിട്ട് നിൽക്കുന്ന ആളുകളാണ്. ബിഗ് ബോസ് പോലത്തെ ബ്രഹ്മാണ്ഡ ഷോയുടെ വരെ ഭാഗമായിട്ടുള്ള ആളുകളാണ്. സോ അവര് വളരെ ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു പൊസിഷനിലൊക്കെ വന്ന് നിൽക്കുന്നത്. സോ ഇതെല്ലാം ഒരു ഫൺ മോഡിൽ എടുക്കുക. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ഗൈസ്.